ഈ വൈറ്റമിൻ സി സിറം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്കിൻ ബ്രൈറ്റനിങ്ങിന്, ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട്, കൊളാജിൻ പ്രൊഡക്ഷൻ കൂട്ടി നമ്മുടെ ഫേസിന് ഒരു യൂത്ത്ഫുൾനെസ് തരാനായിട്ട്, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ടും ഒരു നാച്ചുറൽ ഗ്ലോ തരാനായിട്ടുമൊക്കെയാണ്. മാർക്കറ്റിൽ ഒരുപാട് വൈറ്റമിൻ സി സിറംസ് അവൈലബിൾ ആണ്. ഒരു നല്ല ബ്രാൻഡിൻ്റെ വൈറ്റമിൻ സി സിറത്തിന് എന്തായാലും കുറഞ്ഞത് ഒരു 400-500 രൂപയെങ്കിലും വിലയാകും. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ 100% നാച്ചുറലായിട്ടുള്ള ഒരു വൈറ്റമിൻ സി സിറം നമുക്കൊന്ന് തയ്യാറാക്കിയാലോ? പ്രത്യേകിച്ച് ഒരു ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ സി സിറം എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് വൈറ്റമിൻ സി സിറം എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വൈറ്റമിൻ സി സ്കിൻ ബ്രൈറ്റനിങ്ങിനും കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണ്. പ്രായം കൂടുന്തോറും സ്കിൻ ഡള്ളാവുകയും ഇലാസ്റ്റിസിറ്റി കുറയുകയും ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം വൈറ്റമിൻ സി നഷ്ടപ്പെടുന്നതാണ്. ദിവസേനയുള്ള സൂര്യപ്രകാശം, പൊടി, അന്തരീക്ഷ മലിനീകരണം ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സിയുടെ ഉപയോഗം നമ്മുടെ സ്കിന്നിനെ ഇതിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏജിങ് സയൻസിനെയൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ ഒരു വൈറ്റമിൻ സി സിറം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ സി സിറം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഓറഞ്ചാണ്. ഞാനിവിടെ 3 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ ചെറിയ ഓറഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. വലിയ ഓറഞ്ചാണ് എന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതിയാകും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സ്കിൻ എടുക്കുക എന്നുള്ളതാണ്. ഒത്തിരി ഉള്ളിലേക്ക് പോകാതെ ഈ സ്കിന്ന് മാത്രം ചെത്തിയെടുക്കുക. ഓറഞ്ച് നമുക്കറിയാം വൈറ്റമിൻ സിയാൽ സമ്പന്നമാണ്. സ്കിന്നിന് നല്ല ബ്രൈറ്റനിങ്ങും ഗ്ലോ തരാനും മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ സി. സോ നമ്മുടെ ഈ സിറം തയ്യാറാക്കാനായിട്ട് പ്രധാനമായും നമുക്ക് വേണ്ടത് ഓറഞ്ചാണ്. നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഓറഞ്ച് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കിന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി ഈ അരിഞ്ഞെടുത്ത ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഉണക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഫുൾ ഡേ ഇത് ഉണക്കാനായിട്ട് വെക്കണം. ഇത് ഉണങ്ങിക്കിട്ടാൻ നേരിട്ട് സൂര്യപ്രകാശത്തിൽ വെക്കേണ്ടതില്ല. വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി. നമുക്കിത് ഒന്ന് വാടി കിട്ടിയാൽ മതിയാകും. നല്ലതുപോലെ ഉണങ്ങിക്കിട്ടേണ്ട ആവശ്യമില്ല. എന്നിട്ട് പിറ്റേന്ന് ആ ഉണങ്ങിയ ഓറഞ്ചിൻ്റെ തൊലി ഒരു ബൗളിലെടുത്ത് അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞെടുത്ത ഓറഞ്ചിലേക്ക് തന്നെയാണ് റോസ് വാട്ടർ ഒഴിച്ചത്. അത് എങ്ങനെയാണ് എന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇത്രയും റോസ് വാട്ടർ ഒഴിച്ചാൽ മതിയാകും. ഓറഞ്ച് റോസ് വാട്ടറിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് അത്രയും റോസ് വാട്ടർ ഒഴിച്ചാൽ മതി. ഇനി ഇതൊരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഞാനിത് ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷമുള്ള ഓറഞ്ച് പീലാണിത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഈ റോസ് വാട്ടറോട് കൂടി തന്നെ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ഇത് നമുക്ക് അരഞ്ഞു കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തത് നമുക്കിത് അരിച്ചെടുക്കാം. ഒരു തരി പോലുമില്ലാത്ത വിധം വേണം നമ്മളിത് അരിച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൊൻനിറത്തിൽ ഓറഞ്ച് പീൽ എക്സ്ട്രാക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അലോവേറ ജെൽ ആഡ് ചെയ്യാം. വീട്ടിലുള്ള ഫ്രഷ് അലോവേറ ജെൽ അല്ല, റെഡിമെയ്ഡ് അലോവേറ ജെല്ലാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാരണം കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സിറമാണിത്. സോ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേറ ജെൽ തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഗ്ലിസറിനാണ്. അതിനായി വെജിറ്റബിൾ ഗ്ലിസറിൻ യൂസ് ചെയ്യുക. സ്കിന്നിൽ നല്ല ഹൈഡ്രേഷൻ തരാൻ ഏറ്റവും
ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗ്ലിസറിൻ. അപ്പോൾ രണ്ടാമതായി നമ്മൾ ആഡ് ചെയ്യുന്നത് ഗ്ലിസറിനാണ്. ഇനി അടുത്തതായി നമ്മൾ ആഡ് ചെയ്യേണ്ടത് 3 വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. മുഖത്തെ പാടുകളും ഡൾനെസ്സും ഒക്കെ മാറി ഒരു മോയ്സ്ചർ സ്കിന്നിന് നൽകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. സോ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഒരു സിറം കിട്ടാനായിട്ട്. ആൻറ്റി ഏജിങ്ങിനും കൊളാജിൻ പ്രൊഡക്ഷൻ കൂട്ടുവാനും സ്കിന്നിലെ ഡൾനെസ് ഒക്കെ മാറി സ്കിൻ നല്ല ബ്രൈറ്റൻ ആകുന്നതിനുമൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ സി സിറമാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇത് ഇതുപോലെ ഒരു ബോട്ടിലാക്കി വെക്കാവുന്നതാണ്. വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് വൈറ്റമിൻ സി സിറമാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ എങ്ങനെയാണ് വൈറ്റമിൻ സി സിറം തയ്യാറാക്കുന്നതെന്ന്. ഈ ഒരു സിറം നമ്മൾ നൈറ്റ് ടൈമിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. നല്ലതുപോലെ ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്ത ഫേസിലായിരിക്കണം ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു 3-4 ഡ്രോപ്സ് അപ്ലൈ ചെയ്താൽ മതിയാകും. സാധാരണ നമ്മൾ സിറംസ് എങ്ങനെയാണോ യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. റൂം ടെമ്പറേച്ചറിൽ ഒരു 15 ദിവസവും ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 1 മന്ത് വരെയൊക്കെ ഈ ഒരു സിറം യൂസ് ചെയ്യാവുന്നതാണ്. സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി സിറം എന്ന് പറയുന്നത്. മുഖത്തെ ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ ഈ ഒരു സിറം സഹായിക്കുന്നതാണ്. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് നല്ല ക്വാളിറ്റി ഉള്ളത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഗ്രീൻ കളറിലുള്ള അലോവേര ജെല്ലും അതേപോലെയുള്ള ക്വാളിറ്റി കുറഞ്ഞ ഗ്ലിസറിനും ഒന്നും ഒരു കാരണവശാലും ഇതിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഗ്ലിസറിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അലോവേര ജെല്ലാണെങ്കിലും നല്ല ബ്രാൻഡിൻ്റെയൊക്കെ യൂസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ ഈ തയ്യാറാക്കുന്ന സിറം നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് തരികയുള്ളൂ. നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സിറമോ അല്ലെങ്കിൽ നമ്മളൊരു ഫേസ് പാക്കോ ഫേസ് ക്രീമോ ഒക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് അത്ര നല്ല റിസൾട്ട് കിട്ടുകയില്ല. നമ്മൾ നല്ല പ്രോഡക്റ്റുകൾ അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ വളരെ നല്ല ഒരു റിസൾട്ടും കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് നൈറ്റ് ടൈമിൽ തന്നെ അപ്ലൈ ചെയ്യാവൂ. ഡേ ടൈമിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇത് അപ്ലൈ ചെയ്യുന്ന ദിവസങ്ങളിൽ നിങ്ങൾ സൺസ്ക്രീൻ നിർബന്ധമായിട്ടും യൂസ് ചെയ്തിരിക്കണം. ഏത് സ്കിൻ ടൈപ്പിലുള്ളവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു സിറമാണിത്. നിങ്ങളുടേത് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് യൂസ് ചെയ്യുക. റെഗുലർ ആയിട്ടുള്ള ഇതിൻ്റെ ഉപയോഗം വളരെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു സിറമാണിത്. വലിയ ചിലവ് വരുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നുമല്ല നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിറം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമൻറ്റ്സ് ഓരോ ദിവസവും കാണാറുണ്ട്. വളരെ വളരെ സന്തോഷമാകാറുണ്ട് അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ തുടർന്നും ഇതേപോലുള്ള ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടാകണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ എനിക്ക് തരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.